സമ്പത്തിനെ കുറിച്ച മിൻ ഐനക്തസബഹു വഫീമ അൻഫഖഹു. സാമ്പത്തിക മേഖലയിൽ രണ്ട് ചോദ്യം, ഇരട്ട ചോദ്യം. തടിയെക്കുറിച്ച് ചോദിക്കുക, ആയുസിനെ കുറിച്ച് ചോദിക്കുക. വഅൻ മാലിഹി, ധനത്തെക്കുറിച്ച് രണ്ട് ചോദ്യം. മിൻ ഐനക്തസബഹു എന്ന്, വഫീമ അൻഫഖഹു, എവിടുന്നേ ഉണ്ടാക്കി, എവിടെയാ ചെലവഴിച്ചത്. മിൻ ഐനക്തസബഹു, പണം എവിടെന്നാ ഉണ്ടാക്കിയത്. പലിശ ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ദാനധർമ്മം അങ്ങോട്ട് ചെയ്താല് ഞാൻ പടച്ചോന്റെ മുന്നിൽ കഴിച്ചിലാകുമെന്നാരും വിചാരിക്കണ്ട. തട്ടിപ്പും വെട്ടിപ്പും എല്ലാവിധ ചൂഷണങ്ങളും നടത്തിയിട്ട് അങ്ങ് തടിച്ചു കൊഴുത്ത് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കിയിട്ട് പള്ളിക്ക് ഇത്ര, യതീമ ഖാനഹുവിന് ഇത്ര, അനാഥപ്പുള്ളയെ കെട്ടിക്കാൻ ഇത്ര, രോഗിക്ക് ഇത്ര, ഞാൻ കഴിച്ചിലാകുന്നുള്ള ആത്മവിശ്വാസം വേണ്ട. കാരണം സാമ്പത്തിക മേഖലയിൽ രണ്ട് ചോദ്യ. മിൻ ഐനക്തസബഹു, ആദ്യം അതാണ് ചോദിക്കുന്നത്. എവിടുന്നാ മോനെ ഉണ്ടാക്കിയത്, എവിടെന്നാ നീ ആ ധനം സമ്പാദിച്ചത്. ധനം സമ്പാദിക്കുന്നിടത്തുള്ള മര്യാദ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലെ ധനാഗമന മാർഗം എന്ന വിഷയം ഇവിടെ പറഞ്ഞതാണ് അല്ലേ. അതിന് മര്യാദ ഉണ്ട്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയല്ലേ. ഇതൊക്കെ ഇപ്പൊ ഇന്ന് കച്ചവടത്തിന്റെ മേഖലയിലൊക്കെ ചിലരെ ഈമാൻ കണ്ടാല് ഭയങ്കര ഈമാനാണല്ലോ. അവരെ പ്രൊഡക്റ്റ് ചെലവാകാൻ വേണ്ടി അതിന്മേൽ ഹദീസ്. ഇപ്പൊ ഈ അജുവ ഈത്തപ്പഴൊക്കെ വരവുണ്ട്, അതിൽ അറബിയിൽ തന്നെ ഹദീസ് എഴുതി വെച്ച നിലയിൽ കാണാം. ഇതെന്താ, ഇവരെ ചരക്ക് പോണ, അതിൽ റസൂലുള്ളാന്റെ വചനം കിടക്കട്ടെ. എന്നിട്ട് ഇത് പല ആളുകളും കൊണ്ടുപോകും, അമുസ്ലിമീങ്ങളായ ആളുകൾ കൊണ്ടുപോകും, ജൂതന്മാരെ കയ്യിൽ കിട്ടും. എന്നിട്ട് ഈ നബി വചനം രേഖപ്പെടുത്തിയ കടലാസ് ഇവിടെ വീഴുക. ഇന്നലെ ഞാനൊരു നോട്ടീസ് കണ്ടു. നമ്മുടെ ഈ ടൗണിലൊരു കട, കലാരൂപങ്ങൾ വിൽക്കുന്ന കടയാ. മോഹിനിയാട്ടത്തിന്റെ, ഭരതനാട്യത്തിന്റെ, ഡാൻസിന്റെ വസ്ത്രവേഷവിധാനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന, വിൽപ്പന നടത്തുന്ന ഒരു കട. പേരെന്താണെന്നറിയോ? ആ കടയുടെ പേര് റഹ്മാൻ. എന്ത്? റഹ്മാൻ ഷോപ്പ്. മഅദല്ലാഹ്. ഞാനിത് വിമർശിക്കാൻ വേണ്ടി പറയല്ല, കുറ്റം പറയല്ലേ. ഇവിടെ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ സഹോദരൻ എന്റെ പച്ചക്ക് പറഞ്ഞ മുസ്ലിയർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടെയിരുന്നോ. പല സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞു, മോനെ അള്ളാന്റെ പേരാ റഹ്മാന്, അത് നിന്റെ ഈ വസ്തുക്കൾ വിൽക്കുന്ന കടക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോ അത് നല്ലൊരു പ്രതികരണം അല്ല വന്നത്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, നീ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. അള്ളാന്റെ പേര് ഒരു മനുഷ്യനിടുന്നതിന്റെ വിധി കിതാബിൽ, കർമ്മശാസ്ത്ര കിതാബുകളിൽ, ഫത്ഹുൽ മുഈനിലൊക്കെ ഉണ്ട്. ഷാഹിൻ ഷാ ഹറാമാണ്. ഇത് രാജാതിരാജൻ, മലിക്കുൽ മുലൂക്ക് ഒരു മനുഷ്യന് ഇടാൻ പാടില്ല. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങൾ ഇടാൻ തന്നെ അബ്ദു കൂട്ടിയിടണം. റഹ്മാനെന്ന് വിളിക്കരുത്, റഹീമേന്ന് വിളിക്കരുത്, അബ്ദു കൂട്ടണം. അതാണ് അതിന്റെ മര്യാദ. ഞാൻ പറഞ്ഞതെന്താ, പണം കിട്ടാൻ വേണ്ടി, ധനാഗമന മാർഗത്തിന് വേണ്ടി ഇതൊക്കെ ഒരുതരം വേഷം കെട്ട ചില ആളുകൾ വാഹനത്തുമ്പോൾ എഴുതി കാണാം, ഒലക്ക മുക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവും അതിന്റെ ഫ്രണ്ടില് തവക്കൽതു അലല്ലാഹ്. കാറിന്റെ പിറകില് ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയ വാഹന. ഈ ബോധ്യവും ഈ വിശ്വാസമൊന്നും ആൾക്കുണ്ടാവില്ല. ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ബാറിന്റെ പാർക്കിംഗ് ഏരിയയിൽ ബാറിലേക്ക് വന്ന കൂട്ടത്തിൽ ഒരു കാറ് പിറകിൽ എഴുതിയിട്ടുണ്ട് ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ പടച്ചവന്റെ ഔദാര്യമാണ്. ശരിയാണല്ലോ. ആ ഔദാര്യം ഉണ്ടായതുകൊണ്ടാണ് തട്ടിമുട്ടില്ലാതെ ബാറിൽ ആ വണ്ടി ഓടിച്ചെത്തിയത്. ഇതിനൊക്കെ മസ്അല കാണും. ശരിയല്ല. മിൻ ഐനക്തസബഹു, എങ്ങനെയാണ് നീ ഈ ധനം സമാഹരിച്ചത്? ധനാഗമന മാർഗം ഞാൻ അനുവദിച്ച ഒരു നിയമാവലി പറഞ്ഞു തന്നിരുന്നു. ആ നിലയിൽ തന്നെയാണോ നീ സമ്പത്തുണ്ടാക്കിയത്? വഫീമ അൻഫഖഹു, നീ എവിടെയാണ് ചിലവഴിച്ചത്? വഅൻ ഇൽമിഹി ഫീമാ ഫഅല ഫീ, അവനുള്ള അറിവിനെ കുറിച്ചാണ് അഞ്ചാമത്തെ ചോദ്യം. ആ അറിവുണ്ടായിട്ട് ഫീമ ഫഅല ഫീ, ആ അറിവ് എങ്ങനെ വിനിയോഗിച്ചത്? അറിവ് രണ്ട് നിലയ്ക്ക് ഉപയോഗിക്കാം. ഖുർആൻ വചനാണെങ്കിലും ശരി, കർമ്മശാസ്ത്ര അവഗാഹമാണെങ്കിലും ശരി, ദീനിന് ഉപയോഗിക്കാം, ദുന്യാവിന് ഉപയോഗിക്കാം. നിന്റെ അറിവ് നീ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ പുണ്യനബി പഠിപ്പിക്കുന്നു, ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, റബ്ബിന്റെ മുന്നിൽ മറകളില്ലാത്ത വിധം വന്നെത്തിയ മനുഷ്യൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പരിഭ്രമിക്കുകയാ. അലം ഊതീക മാല, ആവശ്യത്തിനുള്ള പണം ഞാൻ നിനക്ക് തന്നില്ലയോ മനുഷ്യ?
അലം ഉർസിൽ ഇലൈക റസൂലാ, എന്റെ ദൂതന്മാർ നിന്റെ മുന്നിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? ഫയഖൂലു ബല, പണം തന്നിരുന്നു, ആരോഗ്യം തന്നിരുന്നു, സമയം തന്നിരുന്നു. ഇതൊക്കെ എന്തിനാണ് ഈ ജീവിതം എന്ന് പഠിപ്പിച്ചു തരാൻ, ദൈവീക വചനങ്ങൾ വിശദീകരിച്ചു തരാൻ ദൂതന്മാര് പണ്ഡിതന്മാര് മുന്നിൽ വന്നിരുന്നു. എന്നിട്ടെന്തേ നിനക്ക് പറ്റിയത്? എന്ത് പറ്റി നിനക്ക്? എന്തൊരു ഉദ്റാണ് ബോധിപ്പിക്കാനുള്ളത്? ചോദിക്കുമ്പോ മിണ്ടാട്ടം മുട്ടിയ ഈ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഫയൻദുറു അൻ യമീനി, വലതുവശത്തേക്ക് ഒന്ന് പയ്യെ ഒന്ന് എസ്കേപ്പ് ആകാന്ന് വിചാരിച്ചിട്ട് വലതുവശത്തേക്ക് ഒന്ന് നോക്കും. ഫലാ യറാ ഇല്ലന്നാർ, 70,000 മലക്കുകൾ ജഹന്നമിനെ വലിച്ചു കൊണ്ടുവന്നിട്ടത് അവന്റെ വലഭാഗത്ത് നരകം അതാ കത്തി ആളുന്നു. സുമ്മ യൻദുറു അൻ ശിമാലിഹി, ഉടനെ ഇടത്തേക്ക് നോക്കും, ഇവിടെ നരകമുള്ള ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോ ഫലാ യറാ ഇല്ലന്നാർ, ഇടതുവശത്തും കത്തിയാളുന്ന നരകമാണ് ആ മനുഷ്യൻ കാണുന്നത്. ഇത്ര പറഞ്ഞിട്ട് ഹബീബ് പറയാൻ, അതുകൊണ്ട് ഫല്യത്തഖിയന്ന അഹദുകുമുന്നാർ, മുസ്ലിം സമൂഹമേ, ബുദ്ധിയുള്ളവരെ, പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ, ഈ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാക്കണം. ഫല്യത്തഖിയന്ന അഹദുകുമുന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കാക്കണം. വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴച്ചീന്ത് കൊണ്ടാണെങ്കിലും ശരി, ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു പീസ് കൊണ്ടാണെങ്കിലും ശരി. എന്താ ഈ പറയുന്നത്? മഹ്ശറയിൽ രക്ഷ കിട്ടാനുള്ള മാർഗമാണ് ഈ പറഞ്ഞിരുന്നത്. സമൂഹ സേവനം, അവശരായ ആളുകളെ സഹായിക്കുക, ദരിദ്രരായ കുടുംബത്തിന്റെ കണ്ണീരൊപ്പുക, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രോഗികൾക്ക് സഹായം ചെയ്യുക. വലൗ ബിശിഖ്ഖി തംറ, ഒന്നും കയ്യിലില്ലെങ്കിൽ ഒരു കാരക്കയുടെ ചീന്തുകൊണ്ടാണെങ്കിലും ഈ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. അത് ദുനിയാവിൽ വെച്ച് തന്നെ വേണം. ഫഇല്ലം യജിദ്, കാരക്കപ്പീസും കയ്യിലില്ലെങ്കിലോ, ഫബികലിമത്തിൻ ത്വയ്യിബാ, സഹായിക്കാനുള്ള സമ്പത്ത് നിന്റെ കയ്യിലില്ലെങ്കിൽ ഫബികലിമത്തിൻ ത്വയ്യിബാ, നല്ല വാക്കുകൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ. മഹ്ശറയെ കുറിച്ചുള്ള വഅദ് പറഞ്ഞിട്ട് സ്വതക്ക ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഉണർത്തുകയും ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വിശ്വാസമുണ്ട്, നല്ലവരായ ജനങ്ങളാണ് എന്റെ മുന്നിലിരിക്കുന്നത്, എനിക്ക് നല്ല ബോധമുണ്ട്. കാരണം എന്താ? മഹ്ശറയിൽ രക്ഷപ്പെടുന്നത് പാവങ്ങളെ സഹായിക്കുന്നവരാണെന്ന് പറഞ്ഞ ആ ആഴ്ച നേര്യമംഗലത്തുകാരനായ ഒരു സഹോദരൻ, യൂസുഫ് എന്നു പേരുള്ള സഹോദരൻ, ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഭാര്യയും അപകടത്തിൽപ്പെട്ട സംഭവം പറഞ്ഞപ്പോ ഈ പള്ളിയിൽ വന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ സഹായിച്ചു 1,00,000 രൂപയോളം. തലേ വെള്ളിയാഴ്ച പറഞ്ഞിട്ടല്ലല്ലോ, നിങ്ങൾ ആരും കച്ചവടത്തിന് വന്നതുമല്ല, പള്ളിയിൽ വന്ന നിങ്ങൾ 1,00,000 രൂപ സഹായിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്താൻ മതിയായ കാരണമാണ്. നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ അതാണ് ഹബീബ് പറയുന്നത്. ഇനിയും അങ്ങനത്തെ ചാൻസ് വരും. ഇപ്പോ ഈ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞിട്ട് നീട്ടിവെച്ചതാ ഈ ആഴ്ചത്തേക്ക്. അബ്ദുൽ നാസർ എന്ന പേരുള്ള ഒരു സഹോദരൻ നമ്മുടെ മൂക്കിനു താഴെയുള്ള ഈ പള്ളിക്കവല പ്രദേശത്ത് ഈ പാലത്തിന്റെ അവിടെ ഒരു ബസ് ആക്സിഡന്റ് ആയിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ആ മനുഷ്യൻ എറണാകുളത്ത് ആശുപത്രിയില്ല. ബോധം നഷ്ടപ്പെട്ട് ശരീരത്തിന്റെ ചലനശേഷിയെല്ലാം നശിച്ച് പിഞ്ചു 2 പൈതങ്ങളാണ്, കൊച്ചുകുട്ടികൾ. സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് പോകുമ്പോ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ഈ വിചാരണയുടെ രംഗം പറഞ്ഞു തന്നിട്ട് എന്താ പറഞ്ഞത്? ഫല്യത്തഖിയന്ന അഹദുകുമുന്നാർ, നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങൾ സൂക്ഷിക്കണം അന്നാറ, നരകത്തെ. എങ്ങനെ? വലൗ ബിശിഖ്ഖി തംറ, ഉള്ളതുകൊണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. ആ യൂസുഫ് എന്ന പേരുള്ള സഹോദരൻ മരിച്ചുപോയി. 40,000 രൂപയ്ക്ക് മുകളിൽ നാം സമാഹരിച്ച് ആ സഹായധനം കൊണ്ടുപോയി കൊടുക്കാൻ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കാത്തുനിന്നു. കാരണം ട്രീറ്റ്മെന്റിനനുസരിച്ച് കൊടുക്കാമെന്നും കരുതിയിട്ട് പെട്ടെന്നാണ് വിവരം കിട്ടിയത്, യൂസുഫ് എന്ന സഹോദരൻ മരിച്ചുപോയി. ആ യൂസുഫ് എന്ന സഹോദരന്റെ അനാഥ മക്കളുടെ ജീവിതാവശ്യത്തിന് നമ്മൾ കൊടുത്ത സംഭാവന ഇനി കിട്ടാൻ പോവാണ്. ഇതാണ്
ഫഇല്ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബാ, സാധിക്കില്ലെങ്കിൽ നല്ല വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് മുക്തരാകണം. പ്രിയമുള്ള സഹോദര, സകലമാന രഹസ്യങ്ങളും പരസ്യപ്പെടുന്ന ലോകമാ. ഇവിടെ കോടതിയിൽ കള്ളമൊഴി കൊടുക്കാം, ദുന്യാവിലെ കോടതിയിൽ കള്ളസാക്ഷി പറയാം. അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാ രഹസ്യങ്ങളും പരസ്യപ്പെടുന്ന ലോകമാണവിടെ. എത്രയെത്ര അപരാധങ്ങൾ, എത്രയെത്ര തെമ്മാടിത്തരങ്ങൾ ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ട്. ബഹുജനം അറിഞ്ഞാൽ നാണം കൊണ്ട് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് ന്യൂനതകൾ ഉള്ളവരാണ് നമ്മളൊക്കെ. ഈ വൈകല്യങ്ങൾ, രഹസ്യമായി ചെയ്ത തെമ്മാടിത്തരങ്ങളെല്ലാം മാനവ സമക്ഷം പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും, പരസ്യമാകുക തന്നെ ചെയ്യും. അന്നിപ്പോ വഷളത്തരം ഉണ്ടാവില്ലല്ലോ. കാരണം ഞാനൊരാള് മാത്രമല്ല, എല്ലാരെയും ഉള്ളുകളി അവിടെ അങ്ങനെ പുറത്തു വരുമ്പോ എന്റത് പത്രം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓരോ കാൽക്കുലേഷൻ ആണല്ലോ നമുക്ക്, അല്ലേ? ഏറ്റവും ഒരു മനുഷ്യൻ ദുഃഖിക്കുന്നത്, ഏറ്റവും ഒരു മനുഷ്യൻ നാണം കെടുന്നത്, ഏറ്റവും ഒരു മനുഷ്യൻ അപമാനിതനാകുന്നത് മഹ്ശറ വൻസഭയിൽ ആണെന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നുണ്ട്. നാണം കെടും. ചില ആളുകൾ നാണക്കേടുന്ന് കഴിച്ചിലാകും. ചില ആളുകളുടെ ആത്മാഭിമാനം അള്ളാഹു കാത്തു സൂക്ഷിക്കും. ആരുടെ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, സ്വകാര്യമായി ചെയ്ത തമ്മാടിത്തരങ്ങൾ അള്ളാഹ് അവിടെയും പരസ്യപ്പെടുത്തൂല, ദുന്യാവിലും പരസ്യപ്പെടുത്തൂല. ചില ആളുകൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യാത്ത ആളുകളായിരിക്കും, പക്ഷെ ഒരിക്കൽ ചെയ്തപ്പോ പിടികൂടി നാട്ടിൽ നല്ല അടിയും കിട്ടി. ആളുകളും കൈവച്ചിട്ട് പറയാണ്, മുഖത്ത് കൈവച്ച്, അങ്ങേരെങ്ങനെ അങ്ങനെയായി? ഒരു ദുർബലമായ സാഹചര്യത്തിൽ അങ്ങ് പെട്ടതാ. നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച് ഉള്ള അഭിമാനം മുഴുവൻ നഷ്ടപ്പെട്ടു. എന്നാ വേറൊരു ചങ്ങാതി നല്ല കൗശലക്കാരന്, എല്ലാ അറാമ്പറപ്പും കയ്യിലുണ്ട്, എന്നാലോ ഇതുവരെ ആരെ മുന്നിലും പിടികിട്ടിയിട്ടില്ല. ഇങ്ങനെ ആളുകളുണ്ടല്ലോ, അല്ലേ? ഇങ്ങനെ ആളുകളുണ്ട്. ഈ ആളുകള് അള്ളാഹു ദുന്യാവിന്ന് ഇത്തരം തെമ്മാടിത്തരങ്ങളൊക്കെ ഉണ്ടായിട്ടും ദുന്യാവിൽ കാത്തു മറച്ചു വെച്ചു കൊടുത്തു. മഹ്ശറയിൽ പൊളിയും, എന്നാൽ മഹ്ശറയിലും പൊളിയാതെ അവന്റെ സ്വകാര്യത, അവന്റെ നഗ്നത വെളിവാകാതെ അവിടെയും രക്ഷപ്പെടുന്ന ഒരു വിഭാഗം ഭാഗ്യവാന്മാരുണ്ട്. ആരാണത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ഇത് കേൾക്കാൻ നല്ല താല്പര്യം ഉണ്ടോണ്ട്? നല്ല തന്നെ. മനുഷ്യനല്ലേ, പാകപ്പിഴവുകൾ ഉണ്ടാവുമല്ലോ. അലാ ഇന്നല്ലാഹ തആല വഅദൽ മുഅ്മിനാ, നിശ്ചയം അല്ലാഹു സത്യവിശ്വാസിക്കൊരു കരാറ് കൊടുക്കുന്നു, ഒരു വാക്ക് കൊടുക്കുന്നു. എന്താണ്? അലാ ഇന്നല്ലാഹ വഅദൽ മുഅ്മിനാ അൻ യസ്തുറ അലൈഹി വലാ യത്ലി അലൈഹി ഗൈറുഹു. അല്ലാഹു മഹ്ശറയിൽ മറച്ചു വെക്കാം അവന്റെ കുറവുകൾ, അവന്റെ തെമ്മാടിത്തരങ്ങൾ. ബഹുജനമറിഞ്ഞാൽ അപമാനിതരാകുന്ന, വല്ലാതെ നാണം കെടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു മറച്ചു വെക്കാമെന്ന് ചില മുഅ്മിനീങ്ങളോട് വഅദ ചെയ്യുന്നു, അവർക്ക് വാക്ക് കൊടുക്കുന്നു. യഖൂലുല്ലാഹു, അല്ലാഹ് അവന്റെ കോടതിയിൽ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് ചോദിക്കും, അമിൽത കഥാവ കഥ യൗമ കഥാവ കഥ, ഇന്ന ദിവസം രാത്രിയിൽ ഇന്ന സ്ഥലത്ത് വെച്ച് നീ ഇത് ചെയ്തില്ലേ? ഫയഖൂലു നഅം, പടച്ചോനെ ഉണ്ട്. അമിൽത കഥാവ കഥ യൗമ കഥാവ കഥ, ഇന്ന ഒരു ദിവസം മറ്റൊരു ദിവസം അവിടെ വെച്ച് നീ സ്വകാര്യമായി നിന്റെ വീട്ടിലറിഞ്ഞാൽ കെട്ടിയോള് തെറ്റിപ്പോകും, മക്കള് നിന്നെ വിറക് കൊള്ളി എടുത്തിട്ട് അടിക്കും. അത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ നീ ചെയ്തില്ലേ ഇന്ന ദിവസം? ഉണ്ട് പഠിച്ചോനെ. സുമ്മയഖൂലു, അല്ല ഈ മനുഷ്യനോട് പറയത്രേ, എന്ത്? ഇന്നീ സതർതുഹാ അലൈക ഫിദ്ദുനിയാ,